ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു പഴയ വീഡിയോ ആണ്. നാട്ടിൽ പോയിട്ട് വന്ന ശേഷമുള്ള ഒരു വീഡിയോ. 3 ആഴ്ചയ്ക്ക് ശേഷം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഉള്ളൊരു കാഴ്ചയാണിത്. നമ്മൾ നട്ട ചെടികളെല്ലാം വളർന്ന് ഏകദേശം കാടായി. അതൊക്കെ വേറൊരു രൂപമാറ്റം സംഭവിച്ചു. നിറയെ പൂക്കളും ഒക്കെയായി. അതുപോലെ തന്നെ വാഴയെ കുറച്ചുകൂടെ നീളമൊക്കെ വെച്ചു. പിന്നെ അതിൻ്റെ ഇലയെല്ലാം കാറ്റത്ത് ഭയങ്കരമായിട്ടും കയറിപ്പോയി. ഇനി ഈ ചെടികളെല്ലാം നമ്മൾ വെട്ടി വീണ്ടും കുറ്റിയായിട്ട് നിർത്തണം. എന്നാൽ മാത്രമേ ഇത് വീണ്ടും വളർന്ന് നന്നായിട്ട് അതിൻ്റെ പഴവും ഫ്രൂട്ട്സൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. കാര്യം ഇത് മൊത്തവും പൂക്കൾ വന്ന് ചെടികളുടെയൊക്കെ രൂപമാകെ മാറിപ്പോയി. പിന്നെ മുളകൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പഴുത്തു. 3 ആഴ്ച കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതേ ഇല്ല. പിന്നെ ഒരു ബിഗ് ജോബ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കോഴിക്കോടൊക്കെ ക്ലീൻ ചെയ്തു. സമ്മർ ഒന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം കോഴികളൊക്കെ മുട്ടയിടാൻ തുടങ്ങി. പ്രത്യേകിച്ച് കാടകളൊക്കെ മുട്ടയിടാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. പുല്ലൊക്കെ ഒത്തിരി വളർന്ന് കയറി. അപ്പം ദേ ഇങ്ങനെ പുല്ലൊക്കെ വെട്ടിയെടുത്തു. യൂഷ്വലി ഈ പുല്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് കോഴിക്കൂട്ടിൽ ഇടാൻ തന്നെയാണ്. കൺമണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുല്ലുവിട്ടുന്നതൊക്കെ നോക്കി നിൽക്കാനായിട്ട്. അങ്ങനെ അവൾ 3 ആഴ്ച ശേഷം ഞങ്ങളെ കാണുന്നതിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ശനിയാഴ്ച ആയതുകൊണ്ട് വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്. സാറ്റർഡേ മാർക്കറ്റ് എന്ന് പറയും. അപ്പം അവിടെ പോയി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാം. സമ്മർ തുടങ്ങിയത് കൊണ്ട് നല്ലൊരു ക്ലൈമറ്റുമാണ്. ഇവിടെ ഇപ്പോൾ ചൂടൊക്കെ ആയി തുടങ്ങി. ഇപ്പം നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡിഫറൻസ് മനസ്സിലാവും. നാട്ടിൽ നല്ല ചൂടല്ലേ. ഇവിടെ വരുമ്പം ഇവിടെ ഹോട്ട് ടെമ്പറേച്ചർ ആണെങ്കിൽ തന്നെയും നാട്ടിലെ അത്രയും ടെമ്പറേച്ചർ വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വെജിറ്റബിൾ മാർക്കറ്റിലെത്തി. ഇത് പോർക്ക് ഫ്രൈ ആണ്. നല്ല ഫ്രൈ ചെയ്തൊരു ഐറ്റമാണ്. വെറുതെ ഇങ്ങനെ സ്നാക്സ് ആയിട്ട് കഴിക്കാം. പിന്നെ ഒത്തിരി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ആളും ബഹളവും ഒക്കെ ആയിട്ട് ഒരു തിരക്കായിരുന്നു അവിടെ. കോളിഫ്ലവർ, തക്കാളി, പിന്നെ ദേ ഇതുപോലെ ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ കാണാം. അതായത് ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ നടുന്ന സമയമാണ്. അപ്പം നമുക്ക് ഇത് വാങ്ങിച്ച് നമുക്ക് പ്ലാന്റ് ചെയ്യാം. അപ്പം ഞങ്ങൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിളും മാത്രമല്ല, ഫുഡ് ട്രക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫുഡൊക്കെ മേടിക്കാം. അപ്പോൾ കുറച്ചധികം നേരം കറങ്ങി നടന്നിട്ട് നമുക്ക് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. പിന്നെ ചില ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് കുറവായിരിക്കും. ചിലതിനൊക്കെ സൂപ്പർ മാർക്കറ്റിലുള്ളതിൻ്റെ തന്നെ സെയിം റേറ്റ് ആയിരിക്കും. ഇത് ഇവിടെ കിട്ടുന്ന ഒരേ ഒരു ടൈപ്പ് പഴമാണ്. ഈ പഴമാണ് ഞങ്ങൾ മേടിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഏത്തപ്പഴമോ കദളിപ്പഴമോ അങ്ങനെയൊന്നുമില്ല. ഒരൊറ്റ ബനാനയേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് പഴംപൊരിയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ ക്യാബേജ്, ബ്രൊക്കോളി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇവിടുത്തെ ഒരു മെയിൻ ആഹാരമാണ്. അപ്പം ഉരുളക്കിഴങ്ങൊക്കെ ആയിട്ടുണ്ട്. നല്ല ഉരുളക്കിഴങ്ങ് നോക്കി ഞങ്ങളും ഒരു ചാക്കെടുത്തു. പിന്നെ മല്ലിയില ഷോപ്പിലൊക്കെ കിട്ടുന്നതിനേക്കാളും റേറ്റ് കുറവിന് കിട്ടും. നല്ല ഫ്രഷ് മല്ലിയിലയായിരുന്നു. പിന്നെ ഉള്ളി, കോളിഫ്ലവർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസും ആയി തുടങ്ങി. പിന്നെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാം. നമ്മൾ നാട്ടിൽ ചന്തയിലൊക്കെ പോകുന്ന ഒരു ഫീലായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പോയി കറങ്ങി നടന്ന് ഇനിയിപ്പോൾ നമ്മൾ ഒത്തിരി വാങ്ങിച്ചില്ലെങ്കിൽ ഇതൊന്ന് കണ്ടു നടക്കുന്നതിന് ഭയങ്കര ഒരു നിറവാണ്. അങ്ങനെ കുറച്ച് പ്ലാൻസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ സ്ഥലം വിട്ടു. ഇനി നേരെ പോകുന്നത് കുറച്ച് ഗ്രോസറി വാങ്ങിക്കാനാണ്. നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. മീനും ഇറച്ചിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ ഷോപ്പിംഗ് ഒരു രസമാണ്. നമുക്കിങ്ങനെ കറങ്ങി നടന്ന് കാണാനും വാങ്ങിക്കാനും ഒക്കെ രസമാണ്. പക്ഷേ അത് കഴിയുമ്പോൾ ഒരു നല്ല ക്ഷീണമായിരിക്കും. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ക്ഷീണവും കൂടി ഉണ്ട്. ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. എന്നിട്ടാണ് ഞങ്ങൾ ഈ ഫ്രിഡ്ജിലൊന്നും ഇല്ലയെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയതാണ്. പിന്നെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. വലിയ ക്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി വീട്ടിൽ പോയി ഈ സാധനങ്ങളൊക്കെ പറക്കി ഫ്രിഡ്ജിൽ വെക്കണം, പുതിയതായിട്ട് കുക്കൊക്കെ ചെയ്യണം. അങ്ങനെയെല്ലാം ഒരു ചെറിയ ചേഞ്ചൊക്കെ ആയതിൻ്റെ ഒരു ചെറിയ പ്രയാസം വരും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരും. സമയത്തിൻ്റെ വ്യത്യാസം കാരണം ഉറങ്ങുന്നത് എപ്പോൾ ഉറങ്ങണം എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കാലാവസ്ഥയുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഉള്ളൊരു കാലാവസ്ഥയല്ല. തിരിച്ചു വന്നപ്പോൾ സമ്മറായി. നല്ല വെയിലും പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി വീട്ടിൽ പോയി ഫുഡൊക്കെ കുക്ക് ചെയ്ത് റെസ്റ്റൊക്കെ എടുത്ത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.